ഹലോ ഗൈസ്, ഞങ്ങളെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ട്രിപ്പ് വ്ളോഗിൽ ഫസ്റ്റ് വ്ളോഗാണിത്. ഓക്കെ, ഇവരൊക്കെ ഒന്ന് കാണിച്ചെടുക്കട്ടെ സാധ്യതയൊക്കെ. ഓക്കെ കുട്ടികളെ, നമ്മളെങ്ങോട്ടാ പോണ്? എൻ്റെ സാധിക്ക് വേണ്ടിയിട്ടായിട്ടില്ല ഞങ്ങൾ പോണ്. കുറേ ദിവസമായി, 1 വർഷം ഞങ്ങൾ പോയിട്ട്. ചെറിയ കുട്ടി ഉണ്ടായതിനു ശേഷം ഞങ്ങൾ പോയിട്ട് തന്നെ അല്ല. അപ്പോൾ ഞങ്ങൾ 1 വർഷത്തിന് ശേഷം ഞങ്ങൾ പോവാണ് എൻ്റെ സാധിക്ക് വേണ്ടിയിട്ട്. അവനോട് ഇങ്ങനെ ചോദിക്കും എപ്പോഴും അപ്പം മാത്രം പോകുന്നുണ്ട്, ഞങ്ങളെ കൊണ്ടുപോകില്ല. അപ്പോൾ അവൻ അടിപൊളി ഒരു റിസോർട്ടൊക്കെ അവനെ കൊണ്ടുപോകണം. വയനാട് ഫുള്ള് ഞങ്ങൾ കറങ്ങാണ്. എൻ്റെ രസുലിനെ കാണിച്ചില്ലല്ലോ. ഇത് വൈഫിൻ്റെ താത്താൻ്റെ കുട്ടിയാട്ടോ. അത് ചിരിച്ചിരടി. ഓളെ പല്ല് കണ്ടിട്ടില്ലല്ലോ ഗെയ്സ്. ഓളെ പല്ല് നല്ല ചൊറുക്കില്ല. എൻ്റെ പാത്താണിത്. ഇതിൻ്റെ രസല കുട്ടി. ഇത് സുന്ദരിയാട്ടോ. അതെ, അപ്പം ഞാൻ ഈ പൂളിൽ പോയിട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നോളേജ് സിറ്റി എത്തിയിട്ടുണ്ട്. കയറുന്ന എൻട്രൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. കാരണം നല്ല ഭംഗിയാണ്. കുതിരൻ്റെ അടുത്തേക്ക് നമുക്ക് ഹായ് 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 ജാ മാറ്റെന്തിനാ പറട്ടിയ കുതിരനോക്കാം ഹലോ. എന്താണ്ട് ഇതിവിടുത്തെ നോളജ് സിറ്റിൻ്റെ ഉള്ളിലത്തെ പള്ളിൻ്റെ ഹൗലാട്ടിലും വലിയ ഹൗലാണ്. അപ്പുറത്ത് കുറേ ഷോപ്പുണ്ട്, ഇഷ്ടംപോലെ ഷോപ്പുകളാണ് ഇതിൻ്റെ ഉള്ളിൽ. നോളജ് സിറ്റി ഫസ്റ്റ് ഗേറ്റ് അതാണ്. ഫസ്റ്റ് ഗേറ്റ് വെള്ളിയാഴ്ച ആവണ്ടേ ആണുങ്ങൾക്ക് തുറന്നു കൊടുക്കും, പക്ഷേ പെണ്ണുങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പള്ളിൻ്റെ പുറത്ത് കിട്ടുമോ ഗേറ്റ് തുറന്നിട്ട്. സംഭവം അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് വരികയാണ് ഇങ്ങോട്ട്. കുറേ ദിവസമായി വരണമെന്ന് വിചാരിച്ചിരിക്കണം. സംഭവം അടിപൊളിയായിരിക്കണം. 300 റുപ്യ കൊടുത്താൽ ഇവർ ഈ വണ്ടിയിൽ കൊണ്ടുപോയി കാണിക്കും ഫുള്ള്. എത്ര പേര് ഏക്കർ പറഞ്ഞ സ്ഥലം ഫുള്ള് കാണിക്കും. എല്ലാതും ഓരോ ബിൽഡിങ്ങുകളും അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സംഭവങ്ങളും അതിൽ കാണിക്കും. 300 റുപ്യ കൊടുത്താൽ മതി. ഇതിലൊരു 5-6 ആൾക്ക്, 6 ആൾക്ക് വേണം, 6 ആൾക്ക് പോവാം. സംഭവം അടിപൊളിയല്ലേ, കാണാണ്ട്. ഇതിൽ തിരക്കുണ്ടാവില്ല? എപ്പോഴാ തിരക്ക് വരും ഇവിടെ? വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോ 2 മാസം തിരക്കല്ല. പിന്നെ ബാക്കിയുള്ള ദിവസം ശനി ഞായറും നല്ല തിരക്കുണ്ട്. നല്ല തിരക്കാ. ഇത് പാർക്കാട്ടോ, ഫാമിലി ആൻഡ് ചിൽഡ്രൻസ് പാർക്കാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാ കടയുണ്ട്. 150 ഷോപ്പുകളുണ്ട്. ഒക്കെ വേറെ വേറെ ഷോപ്പുകളാണ്. ഇതൊക്കെ കണ്ടില്ല. ഇതാണ് ഫ്രിഡ്ജിന് ഹോട്ടൽ. 4 സ്റ്റാർ ആണ്. ഇവിടെ റൂംസ് ഉണ്ട്. അതിന്റെ ടോപ്പിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നോളേജ് സിറ്റി. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നാൽ രാവിലെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഒന്ന് കാണണല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് വന്നിട്ട് കാണാണ്ട് സാധനം. ഇതാണ് ഫസ്റ്റ് ഗേറ്റ്.
ഗൈസ് താമരശ്ശേരി ചുരം കയറട്ടെ ഞങ്ങൾ. ഞാൻ പറഞ്ഞ സ്ഥലോ ആണോ? വെൽക്കം ടു വയനാട്. ഇതാണ് ഇങ്ങോട്ടൊക്കെ ഷൊന്നു ധനുഷ മറിയാം ഓരോ വാട്ടിക്ക. എവിടെ എൻ്റെ സാദി? ഹായ് സാദി ഉമ്മരോ തൊണ്ണത്തിപ്പല്ലി കാണണ്ട. പായസം വേണ്ട. എന്ത് പായസം? പാലട പായസ. ആ എന്റെ സാധനം. ഇനി എന്റെ ചങ്ക് നെസ്ലു മുത്തേ. ഇതാണ് എന്റെ സുന്ദരി ചെറുത്. പൊന്നോ 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 കുയ് പൊന്നോ. ഹായ് ഹായ് ശന ഹായ്. സിനുവിന് ജേഴ്സി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ജേഴ്സിക്ക് കയറി. ഓക്കെ, നമ്മുടെ മുഖം കാണിക്കൂല ജേഴ്സി ഇടാതെ. ഇങ്ങോട്ട് നോക്കടി, ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ചൂരൽമല എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ മുന്നേ ഒന്ന് വന്നേക്കുന്നവർ ഇങ്ങോട്ടൊന്നും കയറ്റിയിരുന്നില്ല. ഇപ്പോൾ ആ മറ്റേ പാലുണ്ടല്ലോ, പട്ടാളക്കാർ ഉണ്ടാക്കിയ മിലിറ്ററിക്കാരുണ്ടാക്കിയ പാലുണ്ടല്ലോ, അവിടെ അതുവരെ കയറാം. പിന്നെ അപ്പുറത്തേക്ക് ഒരു അകമല പറഞ്ഞ സ്ഥലമുണ്ട്. അതുപോലെ ജീപ്പിലേ പോകാൻ പറ്റുള്ളൂ, ഓഫ് റോഡ്. അവിടെ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നിക്കണം. മക്കളെ, അപ്പം ഞങ്ങളിപ്പോൾ ഹയാഷി റിസോർട്ടിലാണല്ലോ, വയനാട്ടിൽ മേപ്പാടിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പോരെ ഇതൊക്കെ കാണിച്ചു കൊടുത്തന്നെ എസ്ലോ. ഇത് കാണിച്ചു കൊടുക്കുക ബോർഡ്. ഇതിൻ്റെ മുകളിൽ ഒരു പുലിനെ കണ്ടോ? പോരെ അതെ. അനക്കെന്താ പറയാനുള്ളത്? പറമുത്തേ പറഞ്ഞെടുക്ക്. നമ്മളെ എന്താ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞെടുക്ക്. ഒന്നുമില്ല അതിൽ പോരെ. റിസപ്ഷനൊക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ചെരുപ്പ് ഇരിക്കേ. അപ്പോൾ ഇതാണ് റിസപ്ഷൻ വരുന്നത്. ഒരു രക്ഷയില്ല, പൊളിയാണ്. എല്ലാ റൂമും റിസപ്ഷനൊക്കെ അടിപൊളിയാണ്. ഫുള്ള് കാണിച്ചിട്ട് തന്നെ ഇതൊക്കെ എടുക്കാം. ഓക്കെ. ഇനി എൻ്റെ ക്യാമറമാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ക്യാമറമാൻ. ഹായ് ഒരു നെസ്ലു. ഹായ് ഹായ്. ഓക്കെ, അപ്പം നീ പോരെ നെസ്ലോ. എന്താ റിസോർട്ടിൽ വന്നിട്ട് എന്താ പറയുക? അടിപൊളി സെറ്റ്. നേരെ പറഞ്ഞു ക്യാമറ സെറ്റ് ആയിട്ടില്ല. ഇതാണ് ക്യാമറ. എന്താ പറയണ്ടേ? അവിടെ അനക്ക് റിസോർട്ടിൽ വന്നിട്ട് എന്താ എന്റെ അഭിപ്രായം? അടിപൊളി റിസോർട്ട്. ക്യാമറയ്ക്ക് നോക്കി പറയൂ. അടിപൊളിയാണ്. പൊളിയാണ്. ഈ ജേഴ്സി എവിടെ നിർത്ത്? ഇപ്പൊ വരുമ്പോ എടുത്താലടി എന്നാ പറയാ. നമ്മളെ വായിട്ടോ, നമ്മളെ ഫുള്ള് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. മുത്താണ്. ഇങ്ങനെ ഞങ്ങൾ പിന്നാലെ പോകണം കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കാണിച്ചു കൊടുത്താ എല്ലാവരും കാണട്ടെ നമ്മളെ വ്ളോഗ്. ഫസ്റ്റ് വ്ളോഗായിട്ടില്ല ഞങ്ങളത്. കുറേ ദിവസമായി വ്ളോഗ് ഇടണം എന്ന് വിചാരിക്കുന്നു. പോരെ നെസ്ലിയോ? ചങ്കളെ, ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ പൂളാട്ടോ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ക്ലിയറില്ല? ഇങ്ങോട്ട് പിടിച്ചോക്കാം, ഇങ്ങോട്ട് പിടിച്ചോക്കാം. ഇല്ലല്ലേ? ഇതാ കാണിച്ചു കൊടുത്താ. ഇവിടെ കാണിച്ചു കൊടുക്കും. തേയിലത്തോട്ടങ്ങൾ കാണിച്ചു കൊടുക്കും. തേയിലത്തോട്ടങ്ങൾ
എന്തിനൊക്കെ പറഞ്ഞോളൂ കുട്ടിയെ, എന്ത് ഞാൻ മാത്രത്തിൽ സംസാരിക്കണുള്ളൂ. അടിയാണ് സാദിക്ക് പൂള് ചാടണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്. ഞാൻ അന്ന് ഇതേപോലെ പോയേക്കിന് അവനടുത്ത് ഇട്ടതാണ്, പിന്നെ അതിന് ശേഷം പൂളി ചാടിയിട്ടില്ല കേട്ടോ. നെസ്ലിന് നീന്തൊക്കെ അറിയില്ലല്ലോ? തണുപ്പുണ്ട്. ആ ഇല്ല, വെറുതെ കാണാൻ ഇല്ലാന്ന്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് കേട്ടോ മോളെ സെറ്റ് പൊരി 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 പൊരി. നമുക്ക് തേയിലത്തോട്ടങ്ങൾ കളിക്കാം. രാവിലെ ഒരു രക്ഷ ഉണ്ടാവില്ല വീട്ടിൽ. ഇപ്പം പെരും ചൂടാണ്, നല്ല വെയിലാണ്. ഒരു തണുപ്പ് പറഞ്ഞ സാധനം തന്നെ അല്ല. ഇപ്പം ചാണ്ട. വേറെ റൂം ഇതിൽ മൊത്തം എത്ര കോട്ടേജ് വരുന്ന അറിയില്ല. നമ്മളൊരു പ്രാവശ്യം കൊണ്ട് വന്നതാണ്. കണ്ടോ നല്ല തേയിലത്തോട്ടത്തിൻ്റെ അടുത്തായിട്ട് വരും. എന്താണ് ആയ്മ പോയി ഒട്ടിക്കട്ടോ. മാഗ്നറ്റാ. ഇതൊരു പുള്ളിമാനല്ല. നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയാലോ? ഹലോ ഗൈസ്, ഞങ്ങള് ചായ കുടിക്കണടാ. ചായ എടുത്താ എടുക്ക് കുടിച്ചോ. ചിലപ്പോ പണ്ടിനെ കണ്ട യൂട്യൂബ് എടുക്കൂല കേട്ടോ. ഹയാഷി റിസോർട്ടിലെ നൈറ്റ് വൈബാട്ടോ. നല്ല രസമാണ്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പൂളിലുണ്ടോ. പൂളിൽ കർണാടകയിലെ ടീമാണ്. ഫുള്ള് നല്ല എൻജോയ് ചെയ്യാണ്. പൊളിക്കും മക്കളെ, പൊളിക്കും. അടിപൊളിയാണ് നൈറ്റിലിങ്ങനെ കാണാൻ. ഉണ്ടോ ഹയാഷി റിസോർട്ട്, റെഡ് കളറിലെ ലൈറ്റൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് മോനെ രക്ഷയില്ല. ഇതൊക്കെ കാണിച്ചെടുക്ക്. പുട്ട് ഇതൊക്കെ കണ്ടോ. ഇഡ്ഡലി ഇഷ്ടമല്ലാത്ത ഭക്ഷണം ഇഡ്ഡലി. എന്താ കടലക്കറിയോ? സാമ്പാർ, ഒരു വത്തക്ക ഒന്നും എടുത്തോ. കോയമുട്ട, ബ്രെഡ് സെറ്റ്. മോനെ പൊളി വൈബ്. ഹട്ടുകൾ വരുന്ന അടിപൊളി രക്ഷയില്ല. ഹയാഷി റിസോർട്ടിൽ 10ഓളം ഹട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഒന്ന്
അതിൽ പ്രൈവറ്റ് പൂളിലുണ്ട്. അത് അടിപൊളിയാണ്. പക്ഷെ അവിടെ ഒരു വേറെ ഗസ്റ്റ് ഉണ്ടാവുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇന്നിവിടെ ഫുള്ളാട്ടോ, എല്ലാവരും ഉണ്ട്. എല്ലാ ഹട്ടുകളും ഫുള്ളാണ്. ഇവിടുത്തെ മെയിൻ എന്താ പറയുക വെച്ചാൽ സർവീസ്, സ്റ്റാഫ്, ഓണേഴ്സ് ഒക്കെ അടിപൊളിയാണ്. രക്ഷയില്ല, നല്ല ചക്കന്മാരാണ്. അപ്പോൾ ഗേസ് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പോവാട്ടോ. 1 മണിയാക്കണു ഇറങ്ങിയപ്പോൾ. നമ്മളെ കാറിൻ്റെ ഉള്ളിലേക്ക് ലഗേജുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട. ഉള്ളിൽ ലഗേജാ കുട്ടികളതോ ഒക്കെ. ഇത് അടിപൊളി ഒരു വെജിറ്റേറിയൻ ഹോട്ടലാക്കിയാണ്. അടിപൊളിയാണ്. വൈത്തിരി എത്തുന്നതിൻ്റെ മുന്നാണത്. നല്ല